ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ ഞായറാഴ്ച മിന്നുന്ന പ്രകടനമാണ് ഈ സിനിമ കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ വന്നു. പ്രത്യേകിച്ച് സിനിമ ഒരു ആവറേജ് എന്നുള്ള പേരിൽ വരികയും 8.5 കോടിയോളമാണ് ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഇന്ന് സാധാരണ ജനങ്ങൾ കാണുന്നു. ഒപ്പം ഫാമിലി, കുട്ടികൾ ഇവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ നമ്മളുടെ ലിസ്റ്റിലുണ്ട്. വേറൊന്നുമല്ല, തിയേറ്ററുകൾ നിറഞ്ഞ സിനിമ പോകുന്നു, ജനങ്ങൾ ഇടിച്ചു കയറുന്നു. എല്ലാ സിനിമകളും, പല സിനിമകളും അതിഗംഭീരം. അങ്ങനെ വന്നപ്പോൾ താരതമ്യേന ഒരു ഇടിവോ ഈ സിനിമയ്ക്കുണ്ടായി. ഇന്ന് 10ാം ദിനത്തെ കളക്ഷനിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെക്കാരും കവർ ചെയ്യുന്നു ഈ ഒരു സിനിമയുടെ ഞായറാഴ്ച ഒരു സൂപ്പർ സൺഡേ ആയി മാറുന്നു ഈ സിനിമ എന്ന് തന്നെ പറയാം. 10ാം ദിനം സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 33 ലക്ഷം രൂപയോളമാണ്. ഇന്നലെ ഫൈനലായി വന്നത് 20 ലക്ഷം രൂപ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് 33 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഈ സിനിമ 40 ലക്ഷത്തിനടുത്തെത്തും എന്നുള്ളതാണ്. അതായത് ഇന്ന് 50 ലക്ഷം രൂപ ടച്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച ഒരു കളക്ഷനാണ്. ഇന്നലെ, മിനിങ്ങാന്ന്, അതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം സിനിമ 35-38 ലക്ഷം രൂപയാണ് ഫൈനൽ ഗ്രോസ് കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് 45-50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള കളക്ഷൻ 6 കോടി കടന്ന ഈ ഒരു സിനിമ ഇന്നത്തെ കളക്ഷനോടെ 6.5 കോടിയോളം എത്തുകയും കേരളം മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ 11 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 10 കോടി കഴിഞ്ഞിരുന്നു. നമുക്ക് ഇനിയും ആ അപ്ഡേറ്റ് ലഭിക്കാനുണ്ട്, പുറത്ത് നിന്നുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ. എന്തായാലും പയ്യെ ഈ സിനിമ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കളക്ഷൻ കൂടുന്നു, ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു വരുന്നു. പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ട് തന്നെ കുട്ടികളും കുടുംബങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയായി മാറുന്നു. പവിയേട്ടനെ ജനങ്ങൾ നെഞ്ചിലേക്കേറ്റുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരു പട്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളുമൊക്കെ ആയിട്ട് ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചേക്കുന്നതും ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നതും അത് ദിലീപ് സിനിമകൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് റിംഗ് മാസ്റ്റർ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള ദിലീപ് സിനിമകളിലെല്ലാം തന്നെ അങ്ങനെയുള്ള ജീവികളുമായിട്ടുള്ള അല്ലെങ്കിൽ പട്ടിയെ പോലെയുള്ള ജീവികളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര രസകരമാണ്. നമ്മളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും കണ്ണ് നിറയ്ക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന നടൻ. അപ്പം ഈ ഒരു സിനിമ ഇന്ന് ഞായറാഴ്ച സൂപ്പർ സൺഡേ ആയി മാറ്റിയിരിക്കുന്നു. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.